ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ് കേട്ടോ, ടു ഇന്തോനേഷ്യ ഇൻ കൊളാബറേഷൻ വിത്ത് ട്രാവലീസ്, നമ്മുടെ ട്രാവൽ പാർട്ട്ണറാണ്. പക്ഷേ ഇവിടെ വിഷയം അതൊന്നുമല്ല. ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ, എസ്പെഷ്യലി ഫോർ ലേഡീസ് ആൻഡ് മദേഴ്സ്. കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ടൈം മാനേജ്മെൻറ്റ് അല്ല. എനിക്കിപ്പോൾ ടൈമാണ് പ്രശ്നം. എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ടൈം ഒന്നിനും തികയത്തില്ല. ഒന്നില്ലെങ്കിൽ ലേറ്റ് ആവും, അല്ലെങ്കിൽ ആകെ മൊത്തം ടെൻഷനും പ്രഷറും. ഞങ്ങൾ ഓൾറെഡി പാക്കിങ് കഴിഞ്ഞായിരുന്നു ഇവിടെ. എന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തപ്പോൾ പുറത്തേക്ക് ഇട്ടതാണ് ഈ കാണുന്നത്. കാരണം എനിക്ക് അതൊന്നും എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് തിങ്, നമ്മൾ പുറത്ത് പോകുമ്പോൾ, അതായത് ഇൻ്റർനാഷണൽ ട്രിപ്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ട്രിപ്സ് നമ്മൾ പോവുകയാണെങ്കിൽ, ഞാൻ പൊതുവേ പണ്ടെന്താ ചെയ്തതെന്ന് പറയും, എൻ്റെ ഡ്രസ്സൊക്കെ ഇതിലിടും, എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അതിലിടും, ചെരുപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ അടച്ചൊരു പോക്കുക. അവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ് തന്നെ തുറന്ന് സാധനങ്ങൾ ഫുൾ വലിച്ചു വാരിയിട്ട് ആകെ മൊത്തം അയ്യോ, ചിന്തിക്കുമ്പോൾ തന്നെ ഡിപ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്കെല്ലാം ഭയങ്കര ഈസി ആയി തോന്നി. അപ്പോൾ ഞാൻ സാധനം എന്താണെന്ന് കാണിച്ചു തരാം. ഷീനിൽ 20-25 ദിറംസ് ഉള്ളൂ കേട്ടോ. ഒരു സെറ്റ് ഓഫ് ബാഗ്സ് കിട്ടും, ഓർഗനൈസർ ബാഗ്സ്. അത് ഞാൻ ഓർഡർ ചെയ്തു. നാട്ടിലപ്പോൾ 25 ദിറംസ് എന്ന് പറയുമ്പോൾ എത്ര വെച്ചു? കമോൺ, മാത്തമാറ്റിക്സ്. ഒരു 500 ആ ഒരു റേഞ്ച് ആയിരിക്കണം. യെസ്, ഓക്കെ. അപ്പോൾ അതിന് എനിക്ക് ഒരു സെറ്റ് ഓഫ് ബാഗ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു 7-8 എണ്ണം വരും. ഇനി ക്യാമറ ഇങ്ങോട്ട് വാ, നോക്കിക്കോ. ഞാൻ ഫസ്റ്റ് വണ്ണിൽ എൻ്റെ ഡേ 1 എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ റോൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ലൈക്ക് ഒരു സ്കേർട്ടും ടോപ്പും അങ്ങനെ റോൾ ചെയ്തിട്ട് ഓരോ ദിവസത്തിനുള്ള ഡ്രസ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6, ഡേ 7 അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, സുബ്ബതപ്പെട്ട മക്കളെ, വേണ്ട തുറക്കണ്ട. ഇത് എൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സാണ്. ഇതും ഞാനിങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുക, ഒരു 8-10 എണ്ണം. പിന്നെ ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ തിൻ ബ്രാ സ്ട്രാപ്സ് കൊണ്ടുപോകും. അതൊക്കെ ഞാനിവിടെ വെയിറ്റ്, അത് കാണിച്ചു തരാം. ഇങ്ങനെ കവേഴ്സിലാക്കി സിപ്പർ ബാഗ്സിലാക്കി വെച്ചിട്ടുണ്ട്, ടു ടേക്ക് ഈസിലി. ഓക്കെ, പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രായുടെ, ഞാനൊരു ബ്രാ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്രാ രണ്ടും കൂടെ എങ്ങനെ എടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണത്തില്ല, അതിങ്ങനെ ഹിഡൺ ആയിട്ട് നിന്നോളും. അതൊക്കെ വേണമെങ്കിൽ പിന്നെ വലിയ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഈ സ്റ്റിക്കേഴ്സും എല്ലാതും കൂടെ ഒന്നിൽ വെച്ചു. ഓക്കെ, പിന്നെ എൻ്റെ ബീച്ച് വെയർ ഒക്കെ ഉണ്ട്. നമ്മൾ വെള്ളമുള്ള സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. വെള്ളമല്ല, ബീച്ചും സ്വിമ്മിങ് പൂളും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കുളിക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ ബീച്ച് വെയർ ഡ്രസ്സ് ഉണ്ട്. പിന്നെ എൻ്റെ പാൻറ്റീസും സോക്സൊക്കെ ഇതിൽ, ഒരു സെറ്റ് ഓഫ് പാഡും മെൻസ്ട്രൽ കപ്പൊക്കെ ഇതിൽ വെച്ചു. പിന്നെ ഇതിൽ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, വേണ്ട സാധനങ്ങൾ എൻ്റെ മാത്രമല്ല, എൻ്റെ കെട്ടിയോൻ്റെയും കുട്ടികളുടെയും എല്ലാം ഉണ്ട്, ഇതിൽ വെച്ചു. പിന്നെ ഇതിലെന്താ, വീട്ടിലിടുന്ന ഡ്രസ്സ് ഒന്ന് കാണിക്കൂ. അത് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട്, കണ്ടോ, റോൾ ചെയ്തിട്ട് ഇത്ര വരും. അതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് കുറച്ച് ടവൽസ് എപ്പോഴും ആവശ്യമാണ്, അതൊക്കെ വെച്ചു. ഇത് ക്ലോസ് ചെയ്തു. 1 ബാഗ്. ആൻഡ് ഇത് ഫുൾ മരുന്നുകളാണ്, അഡൽട്ട്സിൻ്റെ, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇതിൽ വെച്ചു. പിന്നെ ഇത് ഫുൾ ഇമ്പുവിൻ്റെയും പിള്ളേരുടെയും, ഇമ്പുവിൻ്റെയും പിള്ളേരുടെയും, എനിക്ക് ആകെ 2 കുട്ടികളുള്ളൂ, ഇമ്പുവിൻ്റെയും കുഞ്ഞിയുടെയും. ഞാൻ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളത് മരുന്നിനാണ്. ഞങ്ങളിപ്പോൾ ഫാർമസിക്കാരായിട്ട് വൻ ടൈപ്പാണ്. പിന്നെ ഇതിലെന്താ, എൻ്റെ സ്ട്രെയിറ്റ്നറും അവിടെ എനിക്ക് യൂസ് ചെയ്യാനുള്ള എൻ്റെ ബാഗും ഫുൾ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുക. എൻ്റെ സ്ട്രെയിറ്റ്നർ ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ടോയ്ലറ്റ് സീറ്റ്സ് മേടിക്കും. ഇതൊന്ന് സൂം ചെയ്യുമോ? ടോയ്ലറ്റ് സീറ്റ്സ് മേടിക്കാൻ കിട്ടും. അതായത് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, മാക്സിമം ഇരിക്കാതിരിക്കാൻ നോക്കും. ബട്ട് ദെൻ അറിയാലോ, പുറത്ത് പോകല്ലേ, അപ്പോൾ ടോയ്ലറ്റ് സീറ്റ്സ് ഇങ്ങനെ റാപ്പ് ചെയ്തിടുക. ദെൻ യു ക്യാൻ സിറ്റ് കംഫർട്ടബിളി. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചു. പിന്നെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സോ അതൊക്കെ വെച്ചു. ഫൈൻ, ഇത്രയും സാധനങ്ങളിൽ എൻ്റെ എല്ലാം കവേർഡാണ്. ഓക്കെ, എനിക്കിനി ഒന്നും എടുക്കാനില്ല. ആകെ 2 ജോഡി ചെരുപ്പേ ഉള്ളൂ. അതിനും വേറെ ബാഗ്സ് ഉണ്ട്, ഇങ്ങനത്തെ ബാഗ്സ് ഉണ്ട്. ഓക്കെ, സോ ഇനി വെക്കണ നോക്കിക്കോ. 1, 2,
കാണുന്നുണ്ടോ അതിൽ? കഴിഞ്ഞു. ഇനി അവിടെ എത്തിയിട്ട് എനിക്ക് ഓരോന്ന് തുറന്ന് ഒന്നെടുത്തിട്ട് യൂസ് ചെയ്യുക, ബാക്കിയെല്ലാം അതുപോലെ ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് ടൈം പോവത്തില്ല. ജസ്റ്റ് ഞാൻ എഴുന്നേൽക്കുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ ചടപടയെന്ന് പറഞ്ഞിട്ട് വേണ്ടതെന്ന് എടുക്കുന്നു. വെരി കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് പാക്കിംഗ്. സെയിം വേ ഞാൻ കുഞ്ഞിയുടെ സ്യൂട്ട് കേസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ക്യൂട്ട്. ഞാൻ കാണിച്ചുതരാം. ഒരു കാര്യം മറന്നുപോയി, എനിക്കൊരു ട്രാവൽ ബാഗും കൂടെ ഉണ്ട്. അത് അതിൻ്റെ കൂടെ വന്നത് തന്നെയാണ്. സി, അതിലെൻ്റെ പെർഫ്യൂം, എൻ്റെ ഡിയോ, ഷാംപൂ, കണ്ടീഷണർ ഇവിടെ ഉണ്ട്. കണ്ടീഷണറൊക്കെ ലീക്ക് ആവാതിരിക്കാനൊരു സാധനം കിട്ടും. എന്താ പറയുക, ഭയങ്കര സ്ട്രെച്ചബിൾ റബ്ബർ ബാൻഡ് മെറ്റീരിയൽ ഇല്ലേ, അതുപോലെ അത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വാച്ചൊക്കെ വാച്ചും എൻ്റെ ജ്വല്ലറി അതൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഗോൾഡൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി മേക്കപ്പ് ആക്സസറി, അത് കുഞ്ഞൊരു പൗച്ചാണ്. സോ ഇതിലെൻ്റെ കഴിഞ്ഞു. ഇനി അത് എനിക്ക് വിച്ചുവിന് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് തിങ്, എൻ്റെ മോൻ്റെ ഭയങ്കര ക്യൂട്ടായിട്ടാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് അവൻ്റെ നല്ല രസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ അവൻ്റെ ഔട്ട്സൈഡ് ഡ്രസ്സ്, ഇതിൽ അവൻ്റെ Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7, Day 8. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എക്സ്ട്രാ ബാക്കപ്പ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൽ തന്നെ 3 ടവൽസ് വെക്കുന്നുണ്ട് മോൻ്റെ. മര്യാദയ്ക്ക് ഇത് പാക്ക് ചെയ്യുന്ന നേരത്ത് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് അവൻ്റെ മെയിൻ ബാഗ്. പിന്നെ സെക്കൻഡ് ബാഗിൽ അവൻ്റെ നൈറ്റ് വെയർ, അതായത് റോംപർ ഇട്ട് കൊടുക്കാം. ഫുൾ ഇങ്ങനെ ബോഡി സ്യൂട്ട് പോലെ. അപ്പോൾ റോംപേഴ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ട്രൗസേഴ്സും ടീഷർട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് സെക്കൻഡ് ബാഗ്. ആൻഡ് ദിസ് ഇസ് വെരി ക്യൂട്ട്. സി, ഞങ്ങൾ രണ്ടുപേരും പാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് പാക്ക് ചെയ്തത്. ഇതിൽ അവൻ്റെ ബിപ്സ് ഉണ്ട്, കഴിക്കുമ്പോൾ മേത്താവാണ്ടിരിക്കാനുള്ളത്. പിന്നെ കുഞ്ഞു കർച്ചീഫ്സ് ഉണ്ട്. അവൻ്റെ ഒരു മങ്കി ക്യാപ്പും ഇതിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ കുഞ്ഞിയുടെ സോക്സാണ്. കുഞ്ഞിയുടെ സോക്സും കുഞ്ഞിയുടെ സ്വിമ്മിങ് ചഡിയും. സോക്സൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്പേസ് കുറേ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 8 to 10 pairs ഓഫ് സോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ സ്വിമ്മിങ്ങിനുള്ള പാമ്പി വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞല്ലേ, ബെയറായിട്ട് അങ്ങനെ ഇറക്കാൻ പറ്റത്തില്ലല്ലോ, പാമ്പി മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ആൻഡ് അവൻ്റെ മെഡിസിൻസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് വെച്ചിരിക്കുക കേട്ടോ. ലൈക്ക് ഒരു ബോക്സിൽ എല്ലാം എടുത്തിട്ടുണ്ട്. കോൾഡ്, കഫ്, ഫീവർ, പിന്നെ നെബുലൈസ് ചെയ്യുന്ന നെബ്യൂൾസ് എല്ലാം അതുണ്ട്. നൈസൽ സ്പ്രേ ഉണ്ട്, നെയിൽ കട്ടർ ഉണ്ട്, ബോഡി ലോഷൻ, എൻ്റെ ബബിൾ ബാത്ത്, പിന്നെ മൂക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വലിച്ചെടുക്കുന്ന സാധനം, അതൊക്കെ ഈ പൗച്ചിലുണ്ട്. പിന്നെ വെറ്റ് വൈപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ കുറച്ച് ടോയ്സും എൻ്റെ മോൻ്റെ ഷൂസും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബാഗും കഴിഞ്ഞു. കണ്ടോ, ഇനിയും ഇതിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. ഇനി ചെല്ല 1 by 1 എടുക്കുക, ആവശ്യമുള്ളത് യൂസ് ചെയ്യുക. സെയിം ഇങ്ങനെ തന്നെയാണ് ഇമ്പൂൻ്റെയും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇമ്പൂൻ്റെ ഡ്രസ്സും ഞാൻ പാൻസും ഷർട്ടും ഒരുമിച്ച് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ മെയിൻ ബാഗിൽ വെച്ചു. ആൻഡ് ദെൻ അവൻ്റെ അണ്ടർവെയറും സോക്സും വേറൊരു ബാഗിൽ വെച്ചു. വിച്ചുവിൻ്റെ ഇതിൽ വെക്കും. ഇതാണ് നമ്മുടെ പെട്ടി പാക്കിംഗ്. ആൻഡ് സെക്കൻഡ് തിങ്, ട്രസ്റ്റ് മീ, എല്ലാ അമ്മമാർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നറിയോ, കുഞ്ഞിയുടെ ഫുഡിനെ കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹോട്ടലിൽ ചിലപ്പോൾ കിച്ചൺ ഉണ്ടാവത്തില്ല, ലൈക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അവൻ എന്തെങ്കിലും വയ്യാതായാൽ ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഇതാലോചിച്ചിട്ട് എനിക്ക് കുറേ ദിവസം ഉറക്കം വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറേ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഞാൻ യൂട്യൂബിൽ കയറി ഓരോന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ കുറച്ച് റെസിപ്പീസ് എടുത്തു. ട്രസ്റ്റ് മീ, ഇറ്റ്സ് ടു ഗുഡ്. നമ്മൾ ട്രൈ ചെയ്തു, അവന് കൊടുത്തും നോക്കി, അവന് ഇഷ്ടപ്പെട്ടു. 3 എണ്ണം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് 3 ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ റൈസ് കിച്ചടി, പിന്നെ ഓട്സിൻ്റെ ഉണ്ട്, പിന്നെ ഒരു അവിൽ മിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 വെറും തിളച്ച വെള്ളം മാത്രം മതി. അതിപ്പോൾ എവിടെ പോയാലും കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. ദെൻ റെഡി ടു സെർവ് ആണ്, റെഡി ടു ഫീഡ്. ഓക്കെ, അപ്പോൾ ഇത് 3ൻ്റെയും റെസിപ്പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഈ റൈസിൽ ആദ്യം അരി കുറച്ചെടുത്തു, പൊന്നരി അതെടുത്തു. പിന്നെ 2 ടൈപ്പ് ഓഫ് പരിപ്പ് എടുത്തു, മൂങ് ദാലും തൂർ ദാലും എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. അതെടുത്തു, കഴുകി നല്ലപോലെ റോസ്റ്റ് ചെയ്തു. അതിലൊരു ഇത്തിരി നല്ല ജീരകം ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് പൗഡറാക്കി വെച്ചു. ഓക്കെ, ഇനി ആവശ്യത്തിന് സ്പൂൺ എടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക, അതായത് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യുക, ബേബിക്ക് കൊടുക്കുക. നെക്സ്റ്റ് വൺ അവിൽ.
നമ്മുടെ വെള്ള അവിലില്ലേ അത് ഡയറക്റ്റ് റോസ്റ്റ് ചെയ്തു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തു. അതായത് ബദാം കുറച്ചധികം എടുത്തു, പിന്നെ കാഷ്യൂ നട്ട് 2 or 3 ആൻഡ് ദെൻ കുറച്ച് പീനട്ട്സ് കപ്പലണ്ടി, പിന്നെ വേണമെങ്കിൽ കടലപ്പരിപ്പ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തു പൊടിച്ചു വെച്ചു. ഓക്കെ, ഇതിലിനി ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് പഴമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മിക്സ് ചെയ്യും. എൻ്റെ ഒരു ബ്ലെൻഡർ ഉണ്ട്, എൻ്റെ മോൻ്റെ ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് അല്ല, ഗ്രൈൻഡ് ചെയ്യുന്ന ബുള്ളറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇത് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തണുപ്പായതിന് ശേഷം അതിലിടും, പഴമോ എന്തെങ്കിലും ഇട്ട് അടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആ കാര്യത്തിലും വളരെ സമാധാനമായി. പിന്നെ ഓട്സ് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തു, അത് പൊടിച്ചു വെച്ചു. അപ്പോൾ ഇത് മൂന്നും ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എനിക്ക് അവന് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വല്ലതും വേണമെങ്കിൽ എനിക്ക് അത് ആഡ് ചെയ്യാം, അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഈസി ആയി തോന്നി, ടൈം സേവറാണ് ശരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ നട്ട്സ് പൗഡറാണ്, സെക്കൻഡ് വൺ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ നമ്മൾ പനക്കൽക്കണ്ട അവന് കൊടുക്കുന്നത്, അത് പൊടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ഹിമാലയൻ സോൾട്ട്. യൂഷ്വലി കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുമ്പ് സോൾട്ട് കൊടുക്കരുതെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് സോൾട്ട് തീരെ യൂസ് ചെയ്യില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇതിൽ നിന്നൊരു നുള്ള് ഒരു 3-4 മണി എടുത്തിട്ടിടും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ ഫുഡ്. പിന്നെ നമ്മൾ കുറച്ച് പാക്ഡ് ഫുഡും മേടിച്ചിട്ടുണ്ട് കേട്ടോ, ലൈക്ക് സെർലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല, ഗർബർ ഓർ ജെർപ്പർ ഫ്രൂട്ട് മിക്സ് ആണ്, അത് വേണമെങ്കിൽ കാണിച്ചത്. യാ, ഒരമ്മയുടെ രോദനം. കുറേ സാധനങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഇത് അവന് ഞാൻ കൊടുക്കുന്ന ബിസ്ക്കറ്റാണ്, ഹെയിൻസിൻ്റെ, വല്ലപ്പോഴും ഒരെണ്ണം. സെർലാക്ക്, ഇത് അവൻ്റെ വെള്ളം, ഞാൻ വെറുതെ പിടിക്കുന്നതാണ്, ഇൻ കേസ് ഇനി തിളപ്പിച്ചെടുക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഇതൊരെണ്ണം കയ്യിലെപ്പോഴും ബാക്കപ്പ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ, ഇത് വേറെ ബ്രാൻഡാണ്, ഓർഗാനിക്കിൻ്റെ ആപ്പിൾ പീച്ച് മാംഗോ 3ഉം കൂടെയുള്ള പ്യൂരി. ഇത് വേറെ ക്യാൻ. ഇതൊക്കെ ബാഗിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, അത്യാവശ്യ ഘട്ടങ്ങളിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൊടുക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ ചെയ്ത്. സോ എനിക്ക് തോന്നുന്നു ഇത്തവണ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കില്ല, കുറേ ടൈം ഞാൻ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഹോപ്പ്ഫുള്ളി നമ്മൾ എൻജോയ് ചെയ്യും. നമ്മുടെ ട്രാവലീസ്, അതായത് ട്രാവൽ പാർട്ട്ണർ, നല്ല കുറേ സ്റ്റേസും പിന്നെ സ്പോട്ട്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ബൈ ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോമെൻറ്റ്. അറിയുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി പറഞ്ഞു തരും, അറിയാത്തതാണെങ്കിൽ അതെ അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ സൂപ്പറായിരിക്കും. യാ, ബൈ ബൈ.